ഒബേസിറ്റിയുടെ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയാണ് ഡയറ്റ് മോഡിഫൈ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. രണ്ടാമത്തെ ഭാഗം എക്സസൈസാണ്. ഞാൻ പറഞ്ഞ ഡയറ്റ്, എക്സസൈസ്, സ്ലീപ്പ്, ഈ 3 കാര്യങ്ങളുടെ മോഡിഫിക്കേഷനിൽ കൂടെയാണ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ഒബേസിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എക്സസൈസ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ചുമ്മാ നടക്കുന്നതോ വെറുതെ കാഷ്വലായിട്ട് നടക്കുന്നത്, ഇതൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. വെറുതെ 30 മിനിറ്റ് നിങ്ങൾ സാമട്ടൽ നടന്നെന്ന് പറഞ്ഞ് അതൊരു എക്സസൈസ് ഒന്നും ആവില്ല. അപ്പോൾ എക്സസൈസ്, എയറോബിക് എക്സസൈസ് അത് എന്തുമാത്രമായിരിക്കണം, റെസിസ്റ്റൻസ് എക്സസൈസ് എത്രമാത്രം ചെയ്യണം, പിന്നുള്ള ഒരു പുതിയ കാര്യമാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പുള്ള എക്സസൈസാണ് ബൈ ആൻഡ് ലാർജ് നമ്മൾ ഒബീസ് പേഷ്യൻറ്റിന് അഡ്വൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കേൾക്കാം ഫിസിയോതെറാപ്പിസ്റ്റിനെ. എന്താണ് ഒരു ഒബീസ് പേഷ്യൻ്റ് വന്നാൽ എങ്ങനെയുള്ള എക്സസൈസ് ആയിരിക്കും നിങ്ങൾ അഡ്വൈസ് ചെയ്യുക? യൂഷ്വലി പേഷ്യൻറ്റ് ഫിസിക്കലി ആക്റ്റീവ് ആണോ അല്ലേ നമ്മൾ നോക്കും. അപ്പം ഫിസിക്കലി ആക്റ്റീവ് ആണെങ്കിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്കൊരു 3 ടൈപ്പ് ഓഫ് എക്സസൈസ് നമുക്ക് ഫോക്കസ് ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് എയറോബിക്സ് എക്സസൈസസ് ഉണ്ട്, റെസിസ്റ്റൻറ്റ് എക്സസൈസസ് ഉണ്ട്, ആൻഡ് ഹൈ ഇൻ്റർവൽ എക്സസൈസസ് ഉണ്ട്. എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ? എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഇതാവാം. പക്ഷേ ഈ മ്യൂസിയത്തിൽ കൂടെ നടക്കുന്നതൊക്കെ എയറോബിക് എക്സസൈസ് അല്ല. യൂഷ്വലി നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. അതായത് നമ്മൾ നടക്കുന്നതിന് കൂടെ നമ്മൾ കൈ രണ്ടും സ്വിങ് ചെയ്ത് ഒരു മിനിമം ഫ്രീക്വൻസി സ്പീഡിൽ നമ്മൾ നടക്കുന്നതാണ് നമുക്ക് ഹെൽത്തിന് നല്ലത്. എയറോബിക് എക്സസൈസ് എന്തുമാത്രം ചെയ്യേണ്ടി വരും? അതിൽ എന്താണ് കലോറിക് എക്സ്പെൻസ്? ഇപ്പോൾ മ്യൂസിയത്തിൽ കൂടെ നടക്കുന്നവർക്ക് ആർക്കും വെയിറ്റ് കുറഞ്ഞായിട്ട് നമ്മൾ കാണുന്നില്ല. യൂഷ്വലി ഇത് ലോങ് ടൈം പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യുന്നതാണ് എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നത്. എത്ര സമയം വാക്കിംഗ് ആണ് നിങ്ങൾ പറയുന്നെങ്കിൽ എത്ര സമയം ചെയ്യും? അറ്റ്ലീസ്റ്റ് 30 to 40 മിനിറ്റ്സ് ഓഫ് വാക്കിംഗ്. സോ ഇതിൽ നമുക്ക് ഒരു 150 to 200 കാലറീസ് നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. അതെ, 30 മിനിറ്റ്സ് നടന്നാൽ ഏതാണ്ട് 150 കാലറീസ് ബേൺ ചെയ്യാൻ. ഈ നമ്മൾ ജനറൽ റെക്കമെൻഡേഷൻ ഉണ്ട് 150 മിനിറ്റിന് 150 മിനിറ്റ്സ് ഇൻ എ വീക്ക് എന്ന് പറയുന്ന റെക്കമെൻഡേഷൻ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്, വെയിറ്റ് റിഡക്ഷൻ വേണ്ടിയല്ല. അതുകൊണ്ട് വെയിറ്റ് പറയില്ല. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞു, 1 കിലോ വെയിറ്റ് കുറയണമെങ്കിൽ കലോറി ഡെഫിസിറ്റ് 7200 കാലറീസ് വരണം, എന്നാലേ കുറയൂ. ദിവസം 150 കലോറിയുടെ ഡെഫിസിറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് 2 മാസം കൊണ്ടായിരിക്കും 1 കിലോ കുറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ ചെയ്യുന്ന എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കണം. ഒരുവിധം നടക്കുന്നു എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റേഴ്സ് പെർ അവർ മിനിമം സ്പീഡ് അതായിരിക്കണം. അത് തന്നെ പോരാ. അല്ലെങ്കിൽ നിങ്ങൾ ട്രെഡ്മിൽ എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെഡ്മില്ലാണെങ്കിൽ എങ്ങനെ നിങ്ങൾ അഡ്വൈസ് ചെയ്യും? യൂഷ്വലി 30 to 40 മിനിറ്റ്സ്. എത്ര സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നാണ്? അറ്റ്ലീസ്റ്റ് 15 to 20 കിലോമീറ്റേഴ്സ്. ഒരുവിധം നമ്മൾ ഒരു ചെറുതായിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ വാക്കിങ്ങിലും ട്രെഡ്മില്ലും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു കാര്യം. പിന്നെ റെസിസ്റ്റൻസ് എക്സസൈസ് ആണെങ്കിൽ എങ്ങനെ നിങ്ങൾ അഡ്വൈസ് ചെയ്യും? യൂഷ്വലി നമുക്ക് ഫ്രീ ബോഡി വെയിറ്റ് എക്സസൈസ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് പുഷപ്സ് ലഞ്ചസ് സ്ക്വാഡ്സ് അത് തന്നെ നമുക്ക് ഹൗസ് എൻവറോൺമെൻറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് വെയ്റ്റ്സ് എക്സസൈസ് മീൻസ് ജിംസ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. യൂഷ്വലി നമുക്ക് വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു 2 സെഷൻസ് വി ഹാവ് ടു ഫോക്കസ് ഓൺ അവർ മെയിൻ മസിൽസ്, ലൈക്ക് സ്പെൻഡിങ് ലൈക്ക് 1 hour അറ്റ് ജിം. നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് നോക്കണം. ഇപ്പോൾ ഈ സ്ത്രീകളുടെ അടുത്തൊക്കെ ജിമ്മിൽ പോയി വർക്ക് ചെയ്യാനൊന്നും നമുക്ക് എല്ലായിടത്തും പറയാൻ നോക്കില്ല. കുറച്ചുകൂടെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ എലാസ്റ്റിക് ബാൻഡ് ഉണ്ടോ? റെസിസ്റ്റൻറ്റ് ബാൻഡ്സ് എക്സസൈസ് ചെയ്യേണ്ടു. പലപ്പോഴും നിങ്ങൾ TV വാച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് ചെയ്യാം. ഒരു വലിയ ഇൻറ്റൻസീവ് ആണെങ്കിലും അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് എക്സസൈസാണ്. ഒരു സിമ്പിൾ ബാൻഡ് ഉപയോഗിച്ച് അപ്പർ ലിംബിലും ചെയ്യാം, ലോവർ ലിംബിലും ചെയ്യാം. നമ്മളുടെ പ്രയോജനമുള്ളതാണ്. ഈ ടോണിങ് അപ്പിന് വേണ്ടി പറയുന്നത് നമ്മൾ ഈ 30 മിനിറ്റ്സ് 150 മിനിറ്റ്സ് ആഴ്ചയിൽ ഒരു ദിവസത്തിന് പുറമേ 15 മിനിറ്റ്സിൻ്റെ 3 സെഷനെങ്കിലും റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് മെയിൻ്റനൻസ്, അല്ലാതെ ഒരു കോംപ്ലിക്കേഷനുള്ളടുത്ത് നമുക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ചില പേഷ്യൻറ്റിന് ഈ റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യാൻ നോക്കില്ല. അതിന് എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കാൻ നോക്കും. ഒരു ഡിസ്ക് ഉള്ള ഒരു പേഷ്യൻറ്റ്, ഡിസ്ക് റിലാപ്സ് ഉള്ള പേഷ്യൻറ്റ്,
മീൻസ് യൂഷ്വലി അവർക്ക് ഇനിഷ്യലി പെയിൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെയിൻ മാനേജ്മെൻറ്റ് നമുക്ക് നോക്കാൻ പറ്റും. മീൻസ് ലൈക്ക് പിന്നെ മൈൽഡായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ജനറൽ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത്. എല്ലാ പേഷ്യൻറ്റിനും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഏത് തരം എക്സസൈസ് അഡ്വൈസ് ചെയ്താലും അവരുടെ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ നോക്കി അതനുസരിച്ച് വേണം. ഡിസ്ക് ഉള്ള ഒരാൾ അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടോസ് ഉള്ള ഒരാൾ ശ്രദ്ധിക്കണം. റെറ്റിനോപ്പതി ഉള്ള ഒരാൾ, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിൽ അവരുടെ കണ്ടീഷൻ കൂടെ കണക്കാക്കി വേണം നമ്മൾ എക്സസൈസ് അഡ്വൈസ് ചെയ്യാൻ. HIIT പറ്റി ഇവിടെ ലേശം പറയും. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ എക്സസൈസ്. ഇതൊരു പുതിയ ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ ഒരുപാട് തരം വേരിയേഷനുണ്ട് എങ്ങനെയാണ് HIIT ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഐഡിയ ഇത്രയാണ്: നിങ്ങൾ ഇൻറ്റൻസായിട്ട് മാക്സിമം സ്പീഡിൽ അല്ലെങ്കിൽ മാക്സിമം ഫോഴ്സിൽ ഒരു 3 മിനിറ്റ് എക്സസൈസ് ചെയ്യുക, എന്നിട്ടൊരു ബ്രേക്ക് എടുക്കുക, പിന്നെ ഒരു 3 മിനിറ്റ് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. അത് നിങ്ങൾ വെയ്റ്റ്സ് കൊണ്ട് ചെയ്യാം, സൈക്കിൾ കൊണ്ട് ചെയ്യാം, ഓടുന്നതുകൊണ്ട് ചെയ്യാം. പക്ഷേ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ അത് ചെയ്യണം. ഒരു ഷോർട്ട് പീരീഡ് ഒരു ബ്രേക്ക് എടുക്കുന്നു, പിന്നെയും ചെയ്യുന്നു. ഇത് ഓരോരുത്തരുടെയും ഒരുപാട് പേരുടെ ഷെഡ്യൂളുണ്ട്, ഓരോരുത്തരുടെ പേരിലുള്ള ഷെഡ്യൂളുണ്ട്. പക്ഷേ ഇത് ആണ് ഇപ്പോൾ ഏറ്റവും ഉപയോഗമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു.